എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല എരിവും പുളിയുമുള്ള നല്ലൊരു ഒന്നാം തരം മീൻകറി തയ്യാറാക്കാം. അയല മുളകിട്ടത്. ഇത് 3 അയലയുണ്ട്. നമുക്കിത് കഴുകി നുറുക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ അയല നുറുക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഉരിയിടാം. പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ. പിന്നെ ഇനി നമുക്ക് വേണ്ടത് കുടംപുളിയാണ്. ഇത് ഒരു 4 അല്ലിയുണ്ട്. അത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടിരിക്കുകയാണ്, അപ്പോൾ ഒന്ന് കുതിർന്ന് കിട്ടും. പിന്നെ 3 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇത് നമ്മൾ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 1 കുടം വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കടുക് വറക്കാനുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമുക്ക് കടുക് വറക്കാം. ഇപ്പം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി എണ്ണ വേണ്ട. എണ്ണ പിന്നെ ഉപയോഗിക്കുന്നത് അവരവരുടെ ആവശ്യത്തിന് കടുകിടാം. നമ്മളിപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ടാണ് കടുക് വറക്കുന്നത്. നമ്മളിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഒന്നിച്ചിട്ടാണ് കടുക് വറക്കുന്നത്. ഇതൊന്ന് ബ്രൗൺ നിറമൊന്നും ആകണ്ട, ഒന്ന് പച്ചമണം മാറി കിട്ടിയാൽ മതി. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പൊടികൾ ചൂടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ മുളകും മല്ലിയൊക്കെ മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ പുളി വെള്ളം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാമേ. ഇപ്പം നമ്മുടെ ചാറിനുള്ള കൂട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ മീനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം. ഇതിലൊക്കെ ചേർന്നിരുന്ന അരപ്പാണ്, അതും കൂടി ഒഴിച്ച് ഇപ്പം ഇത്രയും വെള്ളം മതി. ഇപ്പം നമ്മളിത് നല്ല തീയിലാണ് വേവിക്കുന്നത്. ഇത് നന്നായിട്ട് തിളച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒരു പകുതി ഫ്ലെയിമിലാക്കാം. ഇനി അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ മീൻ തിളച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഒന്ന് ഇളക്കി വെക്കാം. എന്നിട്ട് നമുക്ക് തീ കുറച്ചിട്ട് വെക്കാം. ഇപ്പം നമ്മുടെ മീൻ കറി പകുതി പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉലുവപ്പൊടി ചേർക്കാം. ഈ സ്പൂണിൽ 1 സ്പൂൺ ഉലുവയുണ്ട്. ഒത്തിരി ആയി പോയാലും കൈക്ക്. നമുക്കൊന്ന് ഇളക്കി വെക്കാം. ഇത് പകുതി പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ആ സമയത്താണ് ഞാനിതിനെ ഉലുവപ്പൊടി ഇട്ടത്. ഇതിനിയിപ്പം കുറേ പറ്റാനുണ്ട്. ഇനി നമുക്ക് അടച്ച് വെക്കാം. ഇപ്പം നമ്മുടെ മീന് നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മീൻ പറ്റാറായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് റെഡിയായി കിട്ടും. ഇപ്പം നമ്മുടെ അയില മുളകിട്ടത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മളിത് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് 5 മിനിറ്റായി. ഇപ്പം നമ്മുടെ ചാറൊക്കെ കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിനകത്തിലേക്കൊരു ഇത്തിരി കറിവേപ്പില അങ്ങോട്ട് ഊരിയിട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പം നല്ല തുറക്കുമ്പോൾ നല്ലൊരു മണം കൂടിയായിരിക്കും. അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ചിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് പിന്നെ തുറക്കുമ്പോൾ ഇതുപോലെ എണ്ണയെല്ലാം മുകളിലേക്ക് തെളിഞ്ഞ് വന്ന് മീൻകറിക്ക് നല്ലൊരു കളറും മണവും രുചിയുമായിരിക്കും. അപ്പോൾ റെസിപ്പി ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.